അശ്വതി. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ആരോഗ്യവാന്മാരായിരിക്കും. ഇവർ പ്രയത്നശാലികളും ഊർജ്ജസ്വലരും ആയിരിക്കും. സാഹിത്യ കലാസ്വാദകരും സുന്ദരന്മാരും സുന്ദരികളും ആയിരിക്കും. ബുദ്ധിശക്തിയും ആരെയും ആകർഷിക്കത്തക്ക മുഖഭാവവും ഈ നക്ഷത്രക്കാരുടെ സവിശേഷതയാണ്. വളരെയേറെ ചിന്തിച്ചതിന് ശേഷമാണ് ഇവർ ഒരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെടുന്നത്. ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്ന് പിന്മാറുകയില്ലെന്നതും ഇവരുടെ പ്രത്യേകതയാണ്. എല്ലാ കാര്യത്തിലും സ്വന്തമായ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ഇവർ മറ്റുള്ളവരുടെ സ്വാധീനത്തിന് വശംവദരാകാറില്ല. സ്വന്തം കാര്യം നേടിയെടുക്കാനുള്ള സാമർഥ്യം ഇവർക്കുണ്ട്. ബുദ്ധിമാന്മാരായ ഇവർ എല്ലാ കാര്യങ്ങളും ഞൊടിയിടയിൽ മനസ്സിലാക്കി പ്രവർത്തിക്കും. കൃത്യനിഷ്ഠതയോടും സത്യസന്ധതയോടും കൂടി ഏറ്റെടുക്കുന്ന ജോലി ചെയ്തു തീർക്കും. ഇവർ ശാന്ത സ്വഭാവികളായിട്ടാണ് കാണപ്പെടുന്നതെങ്കിലും വേണ്ടി വന്നാൽ രൗദ്രഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യും. ഗുണദോഷങ്ങളെ മനസ്സിലാക്കി ഇവർ പ്രവർത്തിക്കും. അഗാധമായ ഈശ്വരവിശ്വാസികളാണ്. സംഗീത സാഹിത്യാദികളിൽ അറിവ് നേടും. സാമ്പത്തികമായ കാര്യങ്ങളിൽ പിശുക്ക് കാണിക്കാറുണ്ട്. എങ്കിലും ചെലവിന് കുറവ് കാണിക്കാറില്ല. വരവിൽ നിന്നുകൊണ്ട് ജീവിതം സുഭിക്ഷമാക്കാൻ ഇവർ ശ്രമിക്കുന്നു. കാഴ്ചയിൽ സമാധാനശീലരായി കാണപ്പെടുന്ന ഇവർ എല്ലാ കാര്യവും ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. വഞ്ചനയിലും ചതിയിലും അകപ്പെടാതെ അതിൽ നിന്നെല്ലാം അകന്നു നിൽക്കുവാൻ ഇവർക്ക് കഴിയും. ചിട്ടയായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ചാലും അത് നടക്കാറില്ല. പിതാവിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും പ്രയോജനം വളരെ കുറവായിട്ടേ കിട്ടുകയുള്ളൂ. ബന്ധുമിത്രാദികളുടെ ചൂഷണത്തിന് പാത്രമാകും. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ കണ്ണുകൾക്ക് ആരെയും ആകർഷിക്കുവാൻ സാധിക്കും. സഹനശക്തിയും ക്ഷമാശീലവും പൊതുവെ കുറവായിരിക്കും. തൻ്റെടികളായ ഇവരുടെ കയ്യിൽ കുടുംബഭരണം തീർത്തും ഭദ്രമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് അസാമാന്യ കഴിവ് പ്രകടിപ്പിക്കുകയും അതിൽ ശോഭിക്കുകയും ചെയ്യും. സാമ്പത്തിക അച്ചടക്കം കാട്ടുന്ന ഇവരുടെ കയ്യിൽ കുടുംബജീവിതം സുഭദ്രമായിരിക്കും. അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവത അശ്വിനി ദേവകളാണ്. ദേവഗണം: യോനി പുരുഷൻ, മൃഗം കുതിര, ഭൂതം ഭൂമി, പക്ഷി പുള്ള്, വൃക്ഷം കാഞ്ഞിരം. ദശാനാഥൻ കേതുവാണ്. തുടർന്ന് ശുക്രദശ 20, ആദിത്യദശ 6, ചന്ദ്രദശ 10, കുജദശ 7, രാഹുർദശ 18, വ്യാഴദശ 16, ശനി 19 എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ വരും. അശ്വതി നക്ഷത്രക്കാർ കാർത്തിക, മകയിരം, പുണർദം, ചിത്തിര, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉത്തമം. ഗണപതി ഭജനം ഉത്തമ ഫലം നൽകും. ഭദ്രകാളി പൂജ, സുബ്രഹ്മണ്യ പൂജ എന്നിവയും ഉത്തമമാണ്. അശ്വതി നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ ഇവയാണ്. ക്ഷിപ്ര നക്ഷത്രമായതിനാൽ ഈ നക്ഷത്രത്തിൽ തുടങ്ങുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഊൺനാളായതിനാൽ അശ്വതി മിക്ക മുഹൂർത്തങ്ങൾക്കും ഉത്തമമാണ്. കൂടാതെ വിവാഹം, യാത്രാരംഭം, അന്നപ്രാശം, വിദ്യാരംഭം, നൂതന വസ്ത്രഭൂഷണാദികൾ അണിയുന്നതിന്, ചികിത്സാരംഭം, ദാനം കൊടുക്കൽ, ദേവപൂജ, ഔഷധസേവ എന്നിവയ്ക്ക് ഈ നക്ഷത്രം ഉത്തമമാണ്. സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന പുരുഷ നക്ഷത്രങ്ങൾ ഇവയാണ്: അശ്വതി, ഭരണി, രോഹിണി, പുണർദം കാൽ, പൂയം, ആയില്യം, ചിത്തിര അന്ത്യപകുതി, ചോതി, വിശാഖം, അനിഴം, മൂലം, പുരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. നക്ഷത്രനാഥൻ കേതുവാകയാൽ വൈഡൂര്യം ധരിക്കാവുന്നതാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ശത്രുക്കളുമായി രമ്യതയിലെത്തുവാൻ സാധിക്കും. പുതിയതായി ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം സാധ്യമാകും. ഊർജ്ജസ്വലത എല്ലാ കാര്യത്തിലും പ്രകടിപ്പിക്കുന്ന കാലയളവാണ്. ബിസിനസ്സിൽ അഭിവൃദ്ധി ദൃശ്യമാക്കും. വരവിനൊത്ത ചെലവ് നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഗാർഹിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുവാകേണ്ടത് അത്യാവശ്യമാണ്. വാഹനത്തിന് റിപ്പയർ ആവശ്യമായി വരും. മാതാവിനോട് കയർത്ത് സംസാരിക്കുവാൻ ഇടയാകും. അയൽക്കാരുമായി ചില്ലറ വാക്കുതർക്കം ഉടലെടുക്കും. ആരോഗ്യം തൃപ്തികരമാണ്. തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിലൂടെ മനസ്സിന് ശാന്തി ലഭിക്കും. അന്യരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിഹാരം: വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തെ ഫലങ്ങൾ: സ്ത്രീകൾക്ക് ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ ലഭിക്കും. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതാണ്. ജോലിയിൽ സ്ഥാനചലനത്തിന് സാധ്യത കാണുന്നു. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും. മാറ്റങ്ങളോട് താൽപ്പര്യം പ്രകടിപ്പിക്കും.
ഉത്കർഷേച്ഛ പ്രകടിപ്പിക്കും. വരുമാനത്തിൽ കവിഞ്ഞ ചെലവുകൾ വന്നുചേരും. തർക്കങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാതിരിക്കുന്നതാണ് ഉത്തമം. പേരുദോഷം കേൾക്കുവാൻ സാധ്യതയുണ്ട്. ഭാര്യ പുത്രകലഹം ഉണ്ടാകുവാൻ സാധ്യത. രാഷ്ട്രീയക്കാർക്ക് അനുകൂല സമയമാണ്. എല്ലാ കാര്യങ്ങളിലും വിജയം വന്നു ചേരും. ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും. നേത്രരോഗങ്ങൾ ബാധിക്കുവാൻ സാധ്യത. ധാരാളം യാത്രകളിൽ ഏർപ്പെടേണ്ടതായി വരും. ധനമാർഗങ്ങൾ തെളിയുവാൻ ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം നേടാനാകും. ആരോഗ്യം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ ചതിയിൽ അകപ്പെടാതെ സൂക്ഷിക്കുക. പരിഹാരമായി ശാസ്താപ്രീതി വരുത്തുക. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ. എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ചിലപ്പോഴെങ്കിലും പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കും. ശത്രുക്കൾ ഉടലെടുക്കും. തൊഴിൽ മേഖലയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കും. അധിക ചെലവിനാൽ ബുദ്ധിമുട്ടും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് കാര്യതടസ്സം അനുഭവപ്പെടും. ഇത് മനോദുഃഖത്തിന് കാരണമാകും. സുഹൃത്തുക്കളുമായി കലഹിക്കുവാൻ ഇടയാകും. സന്താനങ്ങൾക്ക് അനുകൂലമായ വിവാഹാലോചനകൾ വന്നുചേരും. പതുവെ ചില ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നുചേരും. കൂട്ടുകച്ചവടത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നന്നായിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിച്ച മേഖലയിൽ അഡ്മിഷൻ കിട്ടുവാൻ സാധ്യത ഉണ്ട്. ദൂരദേശ സഞ്ചാരത്തിന് സാധ്യത കാണുന്നു. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. നേത്രരോഗത്തിന് സാധ്യത കാണുന്നുണ്ട്. പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജന നടത്തുക. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തെ ഫലങ്ങൾ. സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു ചേരും. നറുക്കെടുപ്പുകളിലും മറ്റും ഭാഗ്യം തലനാരിഴയ്ക്ക് നഷ്ടപ്പെടും. കർമ്മരംഗത്ത് പുരോഗതി ദൃശ്യമാകും. ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. പൈതൃക സ്വത്തിൽ തർക്കങ്ങളുണ്ടാകുവാൻ സാധ്യത. സന്താന സൗഭാഗ്യമുണ്ടാകും. പരമ്പരാഗതമായി തൊഴിൽ ചെയ്യുന്നവർക്കും അഭിവൃദ്ധി ഉണ്ടാകും. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളുണ്ടാകും. തൊഴിൽ സംബന്ധമായ ശത്രുത ഉണ്ടാകും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടും. പുതിയ ഗ്രഹം നിർമ്മിക്കുകയോ പഴയത് പുതുക്കി പണിയുകയോ ചെയ്യും. സുഖാനുഭവങ്ങൾക്ക് തടസ്സം വരുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അന്യബന്ധങ്ങൾ പലതും അനർത്ഥങ്ങളിലേക്ക് വഴിവെക്കും. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. പരിഹാരമായി വിഷ്ണുവിന് തുളസിമാല ചാർത്തുക.